ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി ഇന്നും പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന ഒരു ചിത്രമാണ് സമ്മർ ഇൻ ബത്ലഹേം. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ചിത്രത്തിലെ ഗാനരംഗങ്ങളും ഹാസ്യമുഹൂർത്തങ്ങളും പ്രേക്ഷകർ ആഘോഷിക്കുമ്പോഴും ഒരു ചോദ്യം മാത്രം ഇന്നും ഉത്തരം കിട്ടാതെ സസ്പെൻസ് ആയി നിലനിൽക്കുന്നുണ്ട്. രവിശങ്കറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി വന്ന ആ പൂച്ചയും എത്രയോ ജന്മമായി എന്ന ഗാനത്തിന്റെ പിന്നിലെ ശ്രീരൂപത്തെയും ആരാണ് അയച്ചത്? ആ ആകാംക്ഷയ്ക്ക് വീണ്ടും ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി മഞ്ജു വാര്യർ. സമ്മർ ഇൻ ബത്ലഹേമിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ഡിസംബർ 12-ന് റിലീസ് ചെയ്യാനിരിക്കെ ആ സസ്പെൻസിനെ കുറിച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ശ്രദ്ധേയമായ താരനിരയും രസകരമായ സന്ദർഭങ്ങളും സസ്പെൻസ് നിറഞ്ഞ ഈ ചിത്രം രവിശങ്കർ എന്ന നായക കഥാപാത്രത്തിന്റെ കഥയാണ് പറയുന്നത്. തന്റെ 5 കസിൻസിൽ ഒരാൾക്ക് തന്നോട് പ്രണയമുണ്ടെന്നും ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ മുത്തശ്ശിയുടെ വലിയ സ്വത്തുക്കൾ രവിശങ്കറിന് സ്വന്തമാക്കാൻ കഴിയൂ എന്നതുമാണ് കഥയുടെ പ്രധാന ആകാംക്ഷ ഘടകം. രവിശങ്കറിന്റെ ഉറ്റ സുഹൃത്തായ ഡെന്നിസിന്റെ സഹായത്തോടെ ആ പ്രണയം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് സിനിമയുടെ പ്രധാന ഭാഗം. എന്നാൽ ഈ അന്വേഷണങ്ങൾക്കിടയിലും രവിശങ്കറിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന ഗാനവും അതിലെ പൂച്ചയും ശ്രീരൂപവും. ആരാണ് രവിശങ്കറിന് പൂച്ചയും ഗാനവും അയച്ചതെന്ന ചോദ്യമാണ് വിവാഹം കഴിക്കാനുള്ള രവിശങ്കറിന്റെ തീരുമാനങ്ങളെ പോലും കുഴപ്പത്തിലാക്കുന്നത്. ഇന്നും ഒരുപാട് ആളുകൾ ഇഷ്ടത്തോടെ കാണുന്ന ഈ ചിത്രം ആ സസ്പെൻസിന്റെ പേരിലാണ് ഇത്രയും വർഷമായിട്ടും ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നത്. ആ 5 കസിൻസിൽ ആരാണ് രവിശങ്കറിനെ പ്രണയിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ ഇന്നും അണയാതെ കിടക്കുന്നു. ഇതേ ചോദ്യമാണ് സിനിമ കണ്ടിട്ടുള്ള നിരവധി പേർ തന്നോടും ചോദിച്ചിട്ടുള്ളതെന്ന് മഞ്ജു വാര്യർ തുറന്നു പറയുന്നു. ആരാണ് ആ പൂച്ചയെ അയച്ചത് എന്ന ചോദ്യത്തിന് തനിക്ക് ഉത്തരം അറിയില്ലെന്നാണ് മഞ്ജുവിന്റെ വെളിപ്പെടുത്തൽ. യഥാർത്ഥത്തിൽ അത് ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് ഏതായാലും അറിയില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. ഒരുപക്ഷെ ഈ സസ്പെൻസ് നിലനിൽക്കുന്നത് തന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ രഹസ്യമെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു. സിനിമയിൽ ഇപ്പോഴും അങ്ങനെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത് നല്ലതല്ലേ? ആകാംക്ഷ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് മഞ്ജു വാര്യരുടെ വാക്കുകൾ. ആ രഹസ്യം പുറത്തു വരാതെ തന്നെ സിനിമയുടെ മനോഹാരിത നിലനിർത്തണമെന്ന പ്രേക്ഷകരുടെ ആഗ്രഹത്തിന് ശക്തി പകരുന്നതാണ്. സംവിധായകനോ തിരക്കഥാകൃത്തിനോ മാത്രമേ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുമെങ്കിലും അവർ പോലും ഒരുപക്ഷെ ആ സസ്പെൻസ് നിലനിർത്താനായി മനഃപൂർവ്വം മറച്ചു പിടിച്ചതാവാം എന്ന ചിന്തയും സിനിമാ പ്രേമികൾക്കിടയിൽ സജീവമാണ്. അതേസമയം ഈ വിഷയത്തിൽ സ്വന്തം കണ്ടെത്തലുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ചിത്രത്തിൽ കസിൻസുമാരായ മയൂരിക്കും ധന്യമേനോനും പ്രാധാന്യം നൽകി കാണിക്കുന്നുണ്ട് എന്ന് ഈ കമന്റുകൾ പറയുന്നു. എന്നാൽ സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ മഞ്ജു വാര്യർ ജയറാമിനൊപ്പം നൃത്തം ചെയ്യുമ്പോൾ കസിൻസിൽ ഒരാൾ വന്ന് മഞ്ജുവിനെ മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രവൃത്തിയിലൂടെ പ്രണയിക്കുന്ന വ്യക്തിയുടെ പൊസസീവ്നെസ് ആണ് കാണിക്കുന്നത്. ഈ സൂചന വെച്ച് ആ കസിൻ ധന്യ ആയിരിക്കുമെന്നാണ് ആ പ്രേക്ഷകന്റെ അഭിപ്രായം. ഓരോ പ്രേക്ഷകനും അവരുടേതായ രീതിയിൽ ഈ സസ്പെൻസ് വ്യാഖ്യാനിക്കാനും സ്വന്തം നിഗമനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നതിന് ഉദാഹരണമാണ് ഇത്തരം കമന്റുകൾ. സസ്പെൻസും നർമ്മവും പ്രണയവും അതിമനോഹരമായി കോർത്തിണക്കിയ സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രം വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പിൽ തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുമ്പോൾ പതിറ്റാണ്ടുകളായി മലയാളി സിനിമാ പ്രേക്ഷകരെ അലട്ടുന്ന ഈ ചോദ്യം വീണ്ടും സജീവമായി നിലനിൽക്കുകയാണ്. മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ ഉത്തരം കിട്ടാത്ത ആ ആകാംക്ഷയാണ് ഈ സിനിമയെ ഇന്നും മടുപ്പില്ലാതെ കാണാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം.